So today we will be dealing with the roll force. What is the force acting on the rolling operation? So normally നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഒക്കെ എല്ലാവരും പഠിച്ചിട്ട് വന്നതാണ്. സ്ട്രെസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സ്ട്രെസ് ഫിസിക്കൽ ഫോഴ്സ് ബൈ ഏരിയ എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, സ്ട്രെസ് ഫിസിക്കൽ ഫോഴ്സ് ബൈ ഏരിയ എന്ന് അറിയാം. അപ്പൊ അതിൽ നമുക്ക് വേണമെങ്കിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. ഫോഴ്സ് ഫിസിക്കൽ ടു ഏരിയ ഇൻറ്റു സ്ട്രെസ് ചെയ്താൽ നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാം. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് stress equal to F divided by A. So A into sigma will give the force. അതാണ് നമ്മൾ ഇതിൽ ഇവിടെ ഈ റോളിംഗ് ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോഴ്സ് ഇൻഡിക്കേഷൻ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോസ് സെക്ഷൻ ഏരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റലിന്റെ സ്റ്റിഫ്നെസ്സിന് വിഡ്ത്ത് W ആണ്, തിക്നെസ് എന്ന് പറയുന്നത് H ആണ്. വിഡ്ത്ത് W ആണ്, തിക്നെസ് പറയുന്നത് H ആണ്. ഓക്കെ, അതില് റോളിംഗ് നടക്കുന്ന ഏരിയ അതായത് നമ്മുടെ വർക്ക് നടക്കുന്ന ഏരിയ എന്ന് പറയുന്നത് എൽ ഏരിയയിലാണ്. അതായത് ഇനീഷ്യൽ തിക്നെസ്സും ഇനീഷ്യൽ വിഡ്ത്തും നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫൈനൽ തിക്നെസ്സും ഫൈനൽ വിഡ്ത്തും നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. വർക്ക് ഈസ് ഹാപ്പനിങ് അല്ലെങ്കിൽ തിക്നെസ് റിഡക്ഷൻ ഈസ് ഹാപ്പൺ ഇൻ എ ലെങ്ത്. നമ്മൾ നമ്മുടെ ഫിഗറിൽ ക്യാപിറ്റൽ എൽ വെച്ചിട്ടാണ് ലെങ്ത് മാർക്ക് ചെയ്ത്. ആൻഡ് അവിടുത്തെ ഒരു വിഡ്ത്ത്, വാട്ട് ഈസ് ദ വിഡ്ത്ത് ഇൻ ദാറ്റ് ഏരിയ, അതാണ് നമ്മുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൊണ്ടുവരുന്നത്. എൽ ഇൻറ്റു ഡബ്ല്യു വിൽ ബി ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. എൽ ഈസ് ദ റോൾ സ്ട്രിപ്പ് കോണ്ടാക്ട് ലെങ്ത്. എത്ര പോർഷനിലാണോ സ്ട്രിപ്പ് റോളറായിട്ട് കോണ്ടാക്ട് വരുന്നത്, ഓക്കെ, അതിന്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. നമ്മൾ ആർക്ക് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യണം. അതിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മൾ എൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത്. ആൻഡ് ഡബ്ല്യു ഇസ് ദ വിഡ്ത്ത് ഓഫ് ദ സ്ട്രിപ്പ് വിച്ച് വിൽ ഗിവ്സ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇതാണ് നമുക്ക് ഏരിയ ആയിട്ട് തരുന്നത്. ഏരിയ ഇൻറ്റു ദ ആവറേജ് ട്രൂ സ്ട്രെസ് ഓഫ് ദ സ്ട്രിപ്പ് ഓൺ ദ റോൾ ഗ്യാപ്പ്. അവിടെ വരുന്ന സ്ട്രിപ്പിന്റെ സ്ട്രെസ്സും കൂടി നമുക്ക് അറിയാമെങ്കിൽ we can അല്ലെങ്കിൽ നമ്മൾ ആ മെറ്റലിന്റെ സ്ട്രെസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ we can predict the force acting on the rolling. So heading എഴുതാം roll force which is given by F is equal to LW into Y average, where L is the roll strip contact length, W is the width of the strip, Y average is the average true stress of the strip in the roll gap. Okay, നമ്മൾ ആലോചിച്ചാൽ മതി. The stress is equal to force by area. അത് നമുക്ക് ഫോഴ്സ് ഇൻഡിക്കേഷൻ ചെയ്യാൻ പറ്റും. സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ഫോഴ്സ് ഇൻഡിക്കേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ബോദർ ചെയ്യേണ്ടത് എവിടെയാണോ തിക്നെസ് റിഡക്ഷൻ വരുന്നത്, തിക്നെസ് റിഡക്ഷൻ വരുന്നത് റോൾ സ്ട്രിപ്പ് കോണ്ടാക്ട് എവിടെയാണോ റോളറിനായിട്ട് കോണ്ടാക്ട് വരുന്നത് ആ ഏരിയയിലാണ് നമുക്ക് തിക്നെസ് റിഡക്ഷൻ വരുന്നത്. അപ്പോൾ അത്രയും പോർഷനിലെ നമുക്ക് ഏരിയ നമുക്ക് ആവശ്യം. സോ എൽ ഇൻറ്റു ഡബ്ല്യു വിൽ ഗിവ്സ് ദ ഏരിയ ഇൻ ദാറ്റ് പോർഷൻ. അപ്പൊ അവിടുത്തെ നമുക്ക് വിഡ്ത്ത് വെച്ചിട്ട് വി ക്യാൻ predict how much will be the force required for rolling operation. Okay, that's about roll force. If the force is given, we can calculate the power. Power equation എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ്. എന്താണ് പവറിന്റെ ഇക്വേഷൻ? പവറിന്റെ ഇക്വേഷൻ P is equal to 2 pi nt by 60. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് 2 pi nt by 60. ഓക്കെ, അപ്പൊ അതിലത്തെ 2 pi അത് കോൺസ്റ്റന്റ് ആണ്, 60 കോൺസ്റ്റന്റ് ആണ്. എന്ന് പറയുന്നത് എന്തായിരിക്കും? RPM. അതായത് നമ്മൾ ഇതിൽ ഇവിടെ എന്താണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന റോളർ ആയിരിക്കും. റോളറിന്റെ RPM ആയിരിക്കും. T എന്ന് പറയുന്നത് എന്താണ്? T എന്ന് പറയുന്നത് ടോർക്ക് ആണ്. സോ നമ്മൾ ഇക്വേഷനിൽ ഇതുവരെ ടോർക്കിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ടോർക്ക് ഈസ് ഈക്വൽ ടു ടോർക്കിനെ ഉണ്ടെന്ന ന്യൂട്ടൺ മീറ്റർ. ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ യു ക്യാൻ റൈറ്റ് ദ പവർ റിക്വയർഡ് ഫോർ റോളിംഗ് ക്യാൻ ബി റിട്ടൺ ആസ് 2 pi n into T. T എന്ന് പറയുന്നതാണ് ഈ F into L എന്ന് പറയുന്നത്. എത്ര ലെങ്തിലാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? We are applying the force over a length of capital L on the rolling strip. അപ്പൊ 2 pi nt by 60 അതേ സെയിം ഇക്വേഷൻ തന്നെയാണ്. അത് വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കാം. 2 pi nt by 60 തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് വാട്ട്സിലായിരിക്കും. അപ്പൊ അത് കിലോ വാട്ട്സിലാക്കാൻ വേണ്ടിയിട്ട് അവരൊരു 1000 എക്സ്ട്രാ ആയിരിക്കും. 2 pi nt by 60 ഏതെങ്കിലും പ്രശ്നമില്ല. In the place of torque they have substituted the value force into distance. Okay, force newton ആണ്, distance meter. Newton meterലാണ് അവർ ടോർക്കിന്റെ യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. So this is the equation for power required for rolling. This is the equation for power required for rolling. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നമുക്ക് വേണമെങ്കിൽ തരാം how much you have to calculate the force required for the rolling operation നമുക്ക് വേണമെങ്കിൽ തരാം. ഓക്കെ, അല്ലെങ്കിൽ പവർ റിക്വയർഡ് ഉണ്ട്. അവര് സ്ട്രെസ് തരും, ലെങ്ത് ഓഫ് കോണ്ടാക്ട് വരും, അതുപോലെ തന്നെ വിഡ്ത്ത് ഓഫ് ദ സ്ട്രിപ്പ് തരും. അത് വെച്ചിട്ട് നമ്മളോട് RPM തരും. Then we want to calculate the power required for rolling calculate ചെയ്യാൻ പറയും. Then we can ഇതുപോലത്തെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമല്ലോ. So they will give the RPM അതിന്റെ വാല്യൂ തരും, അതേപോലെ തന്നെ ലെങ്ത് തരും, അതുപോലെ വിഡ്ത്ത് തരും. ഓക്കെ, ഇതെല്ലാം സ്ട്രെസ്സും തരും.
average percentage. These are three values, so you have to calculate the power. Calculate number. Then we can directly calculate the value. Okay. അത്രയുള്ള അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് തിയറി സബ്ജക്റ്റിന് ഇത്രയ്ക്ക് ചോദിക്കുള്ളൂ. ഇക്വേഷൻ ഫോർ പവർ ഡെവലപ്ഡ് ഓർ പവർ റിക്വയർഡ് ഫോർ റോളിംഗ്. Okay. Next comes the how we can reducing the rolling force. Rolling force കൂടുമ്പോൾ എന്തൊക്കെ വരുന്നു? Rolling force എക്സ്ട്രാ വന്നാൽ എന്തൊക്കെ വരുന്നു ആദ്യം നോക്കാം. Rolling force cause significant deflection and flattering of rolls. Such changes will affect the rolling operation. The columns of the rolls may deflect. Okay, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മളൊരു സിംഗിൾ റോളർ വെച്ചിട്ട് 2-pass roller, ക്ലസ്റ്റർ റോളർ കുറെ റോളുകൾ പഠിച്ചത്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് പഠിച്ച റോളുകളിൽ നമുക്ക് രണ്ട് റോളേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. And we are passing the metal in between these two rollers. The thickness reduction is very high. The roll may affect by or deflect by the force from the strip. Strip and thickness reduction possible alga frame stress produce deflection vara. Okay. Under high roll force to such an extent the roll gap can open up significantly. Proper ആയിട്ടുള്ള thickness reduction അല്ല calculation ആയിട്ട് കൂടുതൽ വന്നാൽ അവരൊരു deflection വരാൻ ചാൻസ് ഉണ്ട്. Okay. The rolls have to be set closer than the originally calculated value in order to compensate for this deflection. ഇങ്ങനെ ഡിഫ്ലക്ട് നമ്മളിപ്പോ 10 mm റോളിനെ ഒരു 6 mm റോളായിട്ട് ഷീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ. അപ്പൊ നമുക്ക് ഇത്രയും ഹൈ എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ വരുമ്പോൾ there will be ഒരു റിട്ടേൺ ഫോഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. റിട്ടേൺ ഫോഴ്സ് വന്നിട്ട് നമ്മൾ 6 mm സെറ്റ് ചെയ്തെങ്കിൽ റിട്ടേൺ ഫോഴ്സ് വന്നിട്ട് നമുക്ക് വരുന്ന ഫൈനൽ പ്രൊഡക്റ്റ് പറയുന്നത് ചിലപ്പോ 7 mm ആയിരിക്കും. അതായത് ഒരു 0.5 mm രണ്ട് സൈഡിലേക്കും ഒരു ഡിഫ്ലക്ഷൻ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്തു. അപ്പോൾ ഒരു അവിടെ നമ്മളൊരു അലവൻസ് കൊടുക്കുക എന്ന് പറയില്ലേ, എക്സ്ട്രാ എമൗണ്ട് ഓഫ് അലവൻസ് കൊടുക്കാം. അപ്പൊ നമുക്ക് 6 mm സ്ട്രിപ്പ് കിട്ടണമെങ്കിൽ ഒരു ഡിഫ്ലക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് വോയിസ് കട്ടാവുന്ന ഒന്ന് പൊസിഷൻ മാറ്റി വെച്ചോട്ടെ. വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല.